നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫില്ലർ റോഡ് അഥവാ വെൽഡിംഗ് റോഡാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പീസ് ഓഫ് വയേഴ്സ് ഓർ റോഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ആൻഡ് ലെങ്ത് used as filler metal in the joints during gas welding process are called filler rod. അതായത് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ചെയ്യുമ്പോൾ ബ്ലോ പൈപ്പ് ഉപയോഗിക്കുമല്ലോ. ഈ ബ്ലോ പൈപ്പ് ഉപയോഗിച്ച് എന്തിനെയാണ് ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? മെറ്റലുകൾക്കിടയിൽ ഫില്ലർ റോഡ്സിനെയാണ് ഫ്യൂസ് ചെയ്ത് ചേർക്കുന്നത്. മനസ്സിലായോ? അതായത് സ്റ്റാൻഡേർഡ് ഡയമീറ്ററും ലെങ്ത്തുമുള്ള മെറ്റൽ റോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫില്ലർ റോഡ് എന്ന് പറയുന്നത്. ഈ ഫില്ലർ റോഡിനെയാണ് ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് മെറ്റലുകൾക്കിടയിൽ ഫ്യൂസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ ചിത്രം കണ്ടോ, 2 മെറ്റൽ പ്ലേറ്റുകളുണ്ട്. ആ മെറ്റൽ പ്ലേറ്റുകളെ ജോയിൻ ചെയ്യുകയാണ്. ബ്ലോ പൈപ്പാണ് ഈ കാണുന്നത്. ഓക്കെ ആണല്ലോ? ഈ കാണുന്ന റോഡാണ് നമ്മുടെ ഫില്ലർ റോഡ്. ക്ലിയർ ആണോ? ഇതിനെ ബ്ലോ പൈപ്പിൽ നിന്ന് വരുന്ന ഹീറ്റ് ഉപയോഗിച്ച്, അതായത് അവിടെ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്ത് ഹീറ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ആ ഹീറ്റ് ഉപയോഗിച്ച് ഈ ഫില്ലർ റോഡിനെ ഫ്യൂസ് ചെയ്യിപ്പിച്ചാണ് എവിടെ ചേർക്കുന്നത്? ഈ മെറ്റലുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഫില്ലർ റോഡ്. ക്ലിയർ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഫില്ലർ റോഡിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിൻ്റെ ഡയമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണല്ലോ? ഇത്ര ഡയമീറ്റർ ഉള്ള ഫില്ലർ റോഡ്. ഓക്കെ ആണോ? MS-ൻ്റെ ഇത്ര ഡയമീറ്റർ ഉള്ള ഫില്ലർ റോഡ്, അല്ലെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ ഇത്ര ഡയമീറ്റർ ഉള്ള ഫില്ലർ റോഡ് എന്ന് പറയാറുണ്ട്. സെക്കൻഡറി ആയിട്ട് നമ്മൾ ലെങ്ത്തും സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഡിറ്റർമിൻ ചെയ്യുന്നത് ഡയമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ? ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഫില്ലർ റോഡ് ഡയമീറ്റേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. 1 mm, 1.2 mm, 1.6 mm, 2 mm, 2.5 mm, 3.15 mm, 4 mm, 5 mm, 6.3 mm. ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഡയമീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ ഫില്ലർ റോഡുകളുടെ? നമ്മൾ അടുത്തതായിട്ട് ഫില്ലർ റോഡിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഫില്ലർ റോഡ് അപ് ടു ഡാഷ് ഡയമീറ്റർ ആർ യൂസ്ഡ് ഇൻ ലെഫ്റ്റ് വേർഡ് ടെക്നിക്. എന്താണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക് എന്നൊക്കെ പിന്നെ പഠിക്കാം. ചോദ്യം ഇതാണ്, ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിലാണ് നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നതെങ്കിൽ എത്ര ഡയമീറ്റർ വരെയുള്ള ഫില്ലർ റോഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാമെന്നാണ്. ഉത്തരം 4 mm ആണ്. ലെഫ്റ്റ് വേർഡ് ടെക്നിക് ആണെങ്കിൽ 4 mm വരെയുള്ള ഡയമീറ്റർ ഉള്ള ഫില്ലർ റോഡാണ് ഉപയോഗിക്കാറ്. ക്ലിയർ ആണല്ലേ? ആൻസർ ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഫില്ലർ റോഡ് അപ് ടു ഡാഷ് ഡയമീറ്റർ ആർ യൂസ്ഡ് ഇൻ റൈറ്റ് വേർഡ് ടെക്നിക്. റൈറ്റ് വേർഡ് ടെക്നിക്, ലെഫ്റ്റ് വേർഡ് പോലെ വേറൊരു ടെക്നിക്കാണ്. റൈറ്റ് വേർഡ് ടെക്നിക്കിൽ എത്ര ഡയമീറ്റർ വരെയുള്ള ഫില്ലർ റോഡ് ഉപയോഗിക്കുമെന്നാണ്. ഉത്തരം 6.3 mm. ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് വേർഡ് ആണെങ്കിൽ 4 mm, റൈറ്റ് വേർഡ് ആണെങ്കിൽ 6.3 mm. ക്ലിയർ? മൂന്നാമത്തെ ചോദ്യം, ഫോർ കാസ്റ്റ് അയൺ വെൽഡിംഗ് ഡാഷ് ഡയമീറ്റർ ഫില്ലർ റോഡ് ആർ യൂസിങ്. കാസ്റ്റ് അയൺ ആണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ഡയമീറ്റർ വരെയുള്ള ഫില്ലർ റോഡാണ് നമ്മൾ ഉപയോഗിക്കാറെന്നാണ്. ഉത്തരം 6 mm ആൻഡ് എബോ. 6 mm അതിന് മുകളിലുമുള്ള ഫില്ലർ റോഡ്സ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. ഓക്കെ ആണല്ലോ? നാലാമത്തെ ചോദ്യം, ഫോർ വെൽഡിംഗ് MS ഫില്ലർ റോഡ് അപ് ടു ഡാഷ് ഡയമീറ്റർ ഈസ് യൂസിങ്. അതായത് MS മൈൽഡ് സ്റ്റീലാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടെങ്കിൽ എത്ര ഡയമീറ്റർ വരെയുള്ള ഫില്ലർ റോഡാണ് ഉപയോഗിക്കാറ് എന്നാണ്. ഉത്തരം അപ് ടു 4 mm ആണ്. 4 mm വരെയുള്ള ഫില്ലർ റോഡാണ് ഉപയോഗിക്കാറ്, അതിൽ കൂടാറില്ല. ഓക്കെ ആണല്ലോ? കാസ്റ്റ് അയൺ ആണെങ്കിൽ എത്രയാണ് പഠിച്ചത് നമ്മൾ? അത് 6 mm ആൻഡ് എബോ ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെ 4 mm വരെയാണ് MS ആണെങ്കിൽ. ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് MS ഫില്ലർ റോഡ് ആർ ഡാഷ് ആൻഡ് ഡാഷ്. അതായത് സാധാരണ ഉപയോഗിക്കുന്ന MS ഫില്ലർ റോഡ് ഏതൊക്കെ ഡയമീറ്ററുകളാണ് സ്റ്റാൻഡേർഡ് ആയിട്ട്? 1.6 mm ആൻഡ് 3.15 mm. ക്ലിയർ ആണല്ലോ? 1.6 mm ആൻഡ് 3.15 mm. ക്ലിയർ? ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ഓൾ MS ഫില്ലർ റോഡ് ആർ ഗിവൺ എ തിൻ ലെയർ ഓഫ് ഡാഷ് കോട്ടിംഗ്. അതായത് എല്ലാ MS ഫില്ലർ റോഡിൻ്റെയും പുറത്ത് എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം കോപ്പർ കോട്ടിംഗ് ആണ്. എല്ലാ MS റോഡിൻ്റെയും പുറത്തായിട്ട് കോപ്പറാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഓക്സിഡേഷൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഉത്തരം ക്ലിയർ അല്ലേ?